തമിഴ്നാട് തെരഞ്ഞെടുപ്പ് ഗോധയിലേക്ക് ഇറങ്ങുകയാണ്. തമിഴ് മണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു തെരഞ്ഞെടുപ്പല്ല, ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കോട്ടയായ തമിഴകത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന അഗ്നിപരീക്ഷ കൂടിയാണ്. കലൈഞ്ചറും അമ്മയും ഇല്ലാത്ത തമിഴ് മണ്ണിൽ പുതിയൊരു ചരിത്രം കുറിക്കാൻ ആർക്ക് കഴിയും? ഭരണം നിലനിർത്താൻ DMKയും അധികാരം തിരിച്ചുപിടിക്കാൻ AIDMKയും ആഞ്ഞു ശ്രമിക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിന്റെ കരുത്തിൽ BJP ചുവടുറപ്പിക്കുമോ? എന്നാൽ ദളപതി വിജയ് എന്ന പുതിയ രാഷ്ട്രീയ താരോദയം കൂടി ഇന്ന് തമിഴ്നാടിന്റെ പൊളിറ്റിക്കൽ സ്ക്രീനിലുണ്ട്. സിനിമയിലെ സൂപ്പർ താര പരിവേഷം മാറ്റിവെച്ച് ജനനായകനാകാൻ വിജയ് ഒരുങ്ങുമ്പോൾ തമിഴകം ആരെ തുണയ്ക്കും? ഞാൻ സിനിമയിലാണ് അഭിനയിച്ചത്, രാഷ്ട്രീയത്തിലല്ല. രാഷ്ട്രീയത്തിൽ നാടകത്തിനു മേൽ നാടകം കളിക്കുന്നത് നിങ്ങളാണ്. ചെന്നൈയിൽ വമ്പൻ റാലിയിൽ കഴിഞ്ഞ ദിവസം തമിഴക വെട്രിക്കഴകം നേതാവ് വിജയ് നടത്തിയ പ്രസംഗം ഇങ്ങനെയായിരുന്നു. തന്നെ വെറുമൊരു നടനായി ചിത്രീകരിക്കുന്ന മന്ത്രിമാർക്കും രാഷ്ട്രീയ എതിരാളികൾക്കും താരം നൽകിയ മറുപടിയായിരുന്നു ഇത്. വിജയുടെ ഈ വാക്കുകൾ തമിഴകത്ത് കാട്ടുതീ പോലെയാണ് പടരുന്നത്. എന്നാൽ വിജയുടെ വിമർശകർക്കും കുറവില്ല. രാഷ്ട്രീയം സിനിമ പോലെ എളുപ്പമാണോ എന്നും വിജയ് അധികം വൈകാതെ സിനിമയിലേക്ക് തന്നെ മടങ്ങിയേക്കുമെന്നുള്ള പരിഹാസം വളരെ ശക്തമായുണ്ട്. പാർട്ടി അധ്യക്ഷനായ വിജയ് ചെന്നൈയിലെ പെരമ്പൂർ, തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിൽ നിന്നാണ് ജനവിധി നേടുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയിൽ ജനങ്ങളോട് ഒരു അവസരം അഭ്യർത്ഥിച്ച വിജയ് തന്റെ പാർട്ടിയുടെ ചിഹ്നമായ വിസിലിനെ മുൻനിർത്തി ഇതൊരു വിപ്ലവകരമായ തെരഞ്ഞെടുപ്പാണെന്നാണ് പറഞ്ഞത്. ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരെയാണ് താൻ സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. 12ാം ക്ലാസ് മുതൽ PhD വരെയുള്ള വിദ്യാർത്ഥികൾക്ക് 20 ലക്ഷം രൂപ വരെ ഈടില്ലാത്ത വായ്പ തുടങ്ങിയവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ. കൂടാതെ 29 വയസ്സ് കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാത്തവർക്ക് പ്രതിമാസം 4000 രൂപയും, പഞ്ചായത്തുകളിൽ സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സമിതികളും, സർക്കാർ നിയമനങ്ങളിൽ സുതാര്യത തുടങ്ങിയവയാണ് വിജയുടെ പ്രധാന ഗ്യാരണ്ടികൾ. പാർട്ടിയുടെ പ്രധാന നേതാക്കളെല്ലാം മത്സരത്തിനുള്ള ഈ തെരഞ്ഞെടുപ്പിൽ വിസിലിന് വോട്ട് ചെയ്ത് മാറ്റം കൊണ്ടുവരാനാണ് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒരു സംസ്ഥാനം ഭരിക്കാൻ സിനിമയിലെ പരിചയം മാത്രം മതിയോ എന്ന ചോദ്യമാണ് അടുത്തത്. 2024 ഫെബ്രുവരി 2-നാണ് വിജയ് തമിഴക വെട്രിക്കഴകം രൂപീകരിച്ചത്. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 234 മണ്ഡലങ്ങളിലും TVK മത്സരിക്കുന്നുണ്ട്. ഒരു വശത്ത് അരസിയൽ ഗലാട്ട മുറുകുമ്പോൾ മറുവശത്ത് വിജയുടെ അവസാന ചിത്രമായ ജനനായകൻ വലിയ പ്രതിസന്ധിയിലാണ്. സെൻസർ ബോർഡുമായുള്ള തർക്കവും സിനിമ ഓൺലൈനിൽ ചോർന്നതും വിജയ്ക്ക് ഇരട്ട പ്രഹരമായിരിക്കുകയാണ്. ബോക്സ് ഓഫീസിൽ ഹിറ്റ് അടിക്കുന്നത് പോലെയാണോ രാഷ്ട്രീയത്തിൽ ഹിറ്റ് എന്ന് കാത്തിരുന്നു തന്നെ കാണാം. വിജയ് തുടങ്ങുമോ, സ്റ്റാലിൻ തുടരുമോ? പാக்கலாம்.